ഹായ്, 10ാം ക്ലാസ് ലൈറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ഡിസൈൻ ഫാക്ടറി. ഡിസൈൻ ഫാക്ടറി എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വെക്ടർ ഇമേജസ് തയ്യാറാക്കാൻ പറ്റുന്ന ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. ഇതിലൂടെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പോസ്റ്റേഴ്സ്, ലോഗോസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലെ കൃത്യമായ ഓരോ ടൂളുകളും ഉപയോഗിച്ച് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ട്രാഫിക് ലൈറ്റ് ആണ്. ഈ രീതിയിൽ ഒരു ട്രാഫിക് ലൈറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചോദ്യം വായിച്ചു നോക്കാം. ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിനെയും മലയാളം മീഡിയത്തിനെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ മോഡൽ ഓഫ് ട്രാഫിക് സിഗ്നൽ ഈസ് ടു ബി ഡിസൈൻഡ് യൂസിങ് ഇങ്ക്സ്കേപ്പ് ആസ് ഷോൺ ബിലോ. ഓക്കെ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ദ ട്രാഫിക് സിഗ്നൽ യൂസിങ് സ്യൂട്ടബിൾ ഷേപ്സ് ആൻഡ് കളേഴ്സ് റെഡ്, യെല്ലോ, ഗ്രേ. ആ 3 കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ തയ്യാറാക്കണം. ആവശ്യമായുള്ള ഷേപ്പുകൾ യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? സേവ് ദ ഫയൽ വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എസ് ദ ഫയൽ നെയിം ഇൻ ദ ഫോൾഡർ എക്സാം 10 അണ്ടർ ദ ഹോം. അതായത് നമ്മുടെ ഹോമിലെ എക്സാം 10 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എന്ന ഫയൽ നെയിം ആയിട്ട് അത് സേവ് ചെയ്യാം. ഓക്കെ, നിങ്ങളോട് ഇത് എക്സ്പോർട്ട് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് സേവ് ചെയ്യാനാണ്, അഥവാ SVG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് ഫയൽ സേവ് കൊടുത്താൽ മതി. ഓക്കെ, ഒരു ഹിന്റ് ഇവിടെ ഉണ്ട്. യൂസ് ദ സ്റ്റാൻഡ്.png ഇമേജ് ഫ്രം ദ ഇമേജസ് 10 ഫോൾഡർ. അതായത് ഇവിടെ ഒരു സ്റ്റാൻഡ് ഇല്ലേ, ഈ സ്റ്റാൻഡിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഓൾറെഡി ഇമേജസ് 10 എന്ന ഫോൾഡറിൽ നൽകിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡിയല്ലേ? നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വേണം? ഈ പ്രവർത്തനം ചെയ്യേണ്ടെങ്കിൽ നമ്മുടെ ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഷോ ആപ്ലിക്കേഷൻസ് എന്ന് കാണാം. ഷോ ആപ്ലിക്കേഷൻസ്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് ആപ്ലിക്കേഷൻ ആണോ അത് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഞാനിവിടെ ഇങ്ക്സ്കേപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ജസ്റ്റ് INK എന്ന് അടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇങ്ക്സ്കേപ്പ്, നമുക്ക് പരിചയമുള്ളതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഈ രീതിയിലുള്ള ഒരു വിൻഡോ വരും. ഇവിടെ നമുക്ക് താഴെ ന്യൂ ഡോക്യുമെന്റ് എന്നൊരു ബട്ടൺ കാണാം. ന്യൂ ഡോക്യുമെന്റ്, അത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇങ്ക്സ്കേപ്പ് വിൻഡോ ഇതേപോലെ ഓപ്പൺ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. കീബോർഡിലെ കൺട്രോൾ കീ ഇല്ലേ, കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ മൗസ് സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇവിടെ കുറേ ടൂളുകൾ ഉണ്ട്. അതേപോലെ താഴെ കളർ പാലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം നമ്മുടെ ഈ ഒരു പേജ് ബോർഡറിനെ പറ്റിയാണ്. ചോദ്യത്തിൽ പ്രത്യേകിച്ച് ഇത്ര ആക്കണം, ആ ഒരു പേജ് ബോർഡർ അല്ലെങ്കിൽ ആ ഒരു പേജിന്റെ സൈസ് ഇത്ര ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഓൾറെഡി ഇതിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് കിട്ടുന്നത് A4 സൈസ് ആയിരിക്കും. അത് കാണണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ്, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എന്ന വിൻഡോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ പേജ് സൈസ് തിരഞ്ഞെടുക്കാൻ പറ്റും. ഓറിയന്റേഷൻ തിരഞ്ഞെടുക്കാൻ പറ്റും. ലാൻഡ്സ്കേപ്പ് വേണോ, അതായത് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. പോർട്രേറ്റ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ചോദ്യത്തിൽ എന്തെങ്കിലും ആ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഡയറക്റ്റ് ഇത് ഇവിടെ തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു റെക്ടാങ്കിൾ വരക്കാം. റെക്ടാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് റെക്ടാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ടൂള് കാണാം. ആ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ടൂളിൽ ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഈ രീതിയിലൊന്ന് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു റെക്ടാങ്കിൾ അവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിന് കളർ കൊടുക്കണമല്ലോ. കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് താഴെ കളർ പാലറ്റ് ഉണ്ട്. കളർ പാലറ്റിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കളർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ചോദ്യം നോക്കാം. ഇനി എന്താ ഉള്ളത്? ഇവിടെ ചോദ്യത്തിൽ തന്നെ കാണാം റെഡ്, യെല്ലോ, ഗ്രീൻ, ഈ 3 സർക്കിളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സസ് ആൻഡ് ആർക്സ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ഇതിന് നടുവിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് പിന്നീട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വലിക്കുന്ന സമയത്ത് കീബോർഡിലെ കൺട്രോൾ കീ ഉണ്ടല്ലോ, കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നിങ്ങൾ വലിക്കുന്നതെങ്കിൽ അതൊരു പൂർണ്ണ വൃത്തമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതൊരു ഷോർട്ട് കട്ടാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നിങ്ങൾ വലിക്കുന്നതെങ്കിൽ അതൊരു പൂർണ്ണ വൃത്തമായിട്ട് കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഇത്രയാക്കിയിട്ട് ഇളക്കുന്നു. സെറ്റ് അല്ലേ? ഇനി ഈ ഒരു ചിത്രം സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനും ഒക്കെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. സ്ട്രോക്ക് മീൻസ് ഒരു ബോർഡർ കണ്ടില്ലേ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അങ്ങനെ വരണമെന്നില്ല. ഇനി അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ സ്ട്രോക്ക് നമുക്ക് കളയാൻ പറ്റും. അത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൂൾ ബോക്സിൽ മുകളിലായിട്ട് ട്രാൻസ്ഫോം ടൂൾ ഉണ്ട്. സെലക്റ്റഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എന്നാണ് ഈ ടൂളിൻ്റെ പേര്. ഈ ടൂൾ എന്തിനായിരുന്നു ഉപയോഗിക്കുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാനും വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ ഈ ടൂൾ ഉപയോഗിക്കാം. ഞാൻ ആദ്യത്തെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എനിക്കിവിടെ വേണ്ടത് ഇതിൻ്റെ ബോർഡർ അഥവാ സ്ട്രോക്ക് ഒഴിവാക്കലാണ്. 2 മാർഗം പറഞ്ഞുതരാം.
ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിലെ ഷിഫ്റ്റ് കീ ഇല്ലേ, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴെ കളർ പാലറ്റിൽ ഇവിടെ ആയിട്ടൊരു ഇൻറ്റു മാർക്ക് കാണാം അല്ലേ, ഒരു എക്സ് എന്നുള്ളൊരു മാർക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സ്ട്രോക്ക് അങ്ങോട്ടേക്ക് പോകും. അതേപോലെ തന്നെ സ്ട്രോക്കിന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇനി സ്ട്രോക്ക് കൊടുക്കേണ്ട ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴെ കളർ പാലറ്റിൽ നിന്നൊരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രോക്കിന് വരും. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാതെ ഡയറക്റ്റ് കളർ പാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തായിരിക്കും കളർ വരുന്നത്. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് കളർ പാലറ്റിൽ നിന്നൊരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റിന്റെ സ്ട്രോക്ക് കളറായിട്ടായിരിക്കും വരിക. ഇത് വെറുതെ പറഞ്ഞല്ല, തിയറിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? ഞാനിപ്പം ഈ ഒരു സ്ട്രോക്ക് കളർ എന്ത് ചെയ്യുന്നു, ഇതാ ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ട്. ജസ്റ്റ് ഇൻറ്റു മാർക്കിൽ പോയി ക്ലിക്ക് ചെയ്ത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽ കളറാണ് പോവുക. ഓക്കെ, ആ സ്ട്രോക്കിന്റെ കളർ പോകാൻ വേണ്ടി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു ഇൻറ്റു മാർക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സ്ട്രോക്ക് കളർ പോയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ, ഈ ഒരു സർക്കിളിൻ്റെയും സ്ട്രോക്ക് കളർ നമുക്ക് ഒഴിവാക്കണം. അതിന് ഈ മാർഗം വേണ്ടിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഒരു വഴിയുണ്ട്. രണ്ടും നമ്മൾ പഠിക്കണം. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു വിൻഡോ കിട്ടും. ഈ വിൻഡോ എന്ന് പറയുന്നത് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ആണ്. ഇവിടെ ഫില്ല്, സ്ട്രോക്ക് പെയിന്റ്, സ്ട്രോക്ക് സ്റ്റൈല്, അങ്ങനെ 3 ടാബുകൾ കാണാം. ഇവിടെ നമുക്ക് വേണ്ടത് സ്ട്രോക്ക് പെയിന്റ് എന്ന് പറയുന്ന ടാബാണ്. ഈ സ്ട്രോക്ക് പെയിന്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് നോ പെയിന്റ് എന്ന് കാണാം. ഇവിടെ ഫ്ലാറ്റ് കളർ ഉണ്ട്, ഇവിടെ ലീനിയർ ഗ്രേഡിയന്റ് ഉണ്ട്, ഇവിടെ റേഡിയൽ ഗ്രേഡിയന്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ നോ പെയിന്റ് ക്ലിക്ക് ചെയ്യാം. നോ പെയിന്റ്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു സ്ട്രോക്ക് കളർ പോയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, സ്ട്രോക്ക് പെയിന്റ് എന്ന ടാബിൽ വന്നിട്ട് വേണം നോ പെയിന്റ് കൊടുക്കാൻ. അപ്പോൾ ആ ഒരു സ്ട്രോക്ക് കളർ പോകും. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഞാൻ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ കണ്ടില്ലേ, ഇതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടാണുള്ളത് അല്ലെ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത്. അതായത് അതിന് പുറകെ ഉള്ളതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒപ്പാസിറ്റി കുറവായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ രീതിയിലാണ് വന്നതെങ്കിൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓ എന്ന് കണ്ടില്ലേ, ഇവിടെ മൈനസ് ഉണ്ട്, പ്ലസ് ഉണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ ആക്കുക. അതായത് 100% ആണ്, 100 ആക്കി കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കളർ ഫില്ലായിട്ട് കൃത്യമായിട്ട് നിന്നോളും. ഒപ്പാസിറ്റി കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റ് സുതാര്യമാവും. സുതാര്യമാവെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആവുകയാണ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഞാൻ ഇതും ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെയും ഒപ്പാസിറ്റി ഞാൻ കൂട്ടി കൊടുക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റ്. ഇനി ഞാൻ ഈ ഒരു വൃത്തത്തിൻ്റെ കളർ മാറ്റുവാണ്. ഈ ഒരു വൃത്തത്തിന് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് റെഡാണ്. ഡയറക്റ്റ് കളർ പാലറ്റിൽ നിന്ന് റെഡ് കളർ ചൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിനെ പിടിച്ച് വലിച്ച് ഇവിടേക്ക് കൊണ്ടുപോയി വെക്കുന്നു. ഓക്കെ, വെച്ചു. കുറച്ച് സൈഡിലാണുള്ളത്, അവിടെ നിന്നോട്ടെ. ഇനി ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതാണ്. കാരണം ഇനിയും 2 എണ്ണം നമുക്ക് വേണം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ കുറച്ചൊന്ന് ചെറുതാക്കുകയാണ്. ഓക്കെ, ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് അടക്കം മാറിപ്പോകും. അപ്പോൾ ഷേപ്പ് ഒന്നും മാറാതെ ആ ഒരു പൂർണ്ണ വൃത്താകൃതിയിൽ തന്നെ നമുക്കിത് ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് ചെറുതാക്കി നോക്കിയേ. കണ്ടില്ലേ, ആ ഒരു ഷേപ്പ് ഒന്നും മാറാതെ നമുക്ക് കൃത്യമായിട്ട് അത് ചെറുതായിട്ട് കിട്ടും. അതായത് ഇതിൻ്റെ നീളവും വീതിയും, ഹൈറ്റും വിഡ്ത്തും പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും പറ്റുന്നത്. മറ്റൊരു മാർഗം കൂടിയുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചാൽ, ഇതൊക്കെ പറയുന്നത് വേറെയും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പറയുന്ന ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ തിയറിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് വലുതാക്കുന്നത് ചെറുതാക്കുന്നതെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്കത് വലുതാവുന്നതും ചെറുതാവുന്നതുമായിട്ട് കാണാം. അപ്പോഴും അതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് കൺട്രോൾ കീയെ പറ്റിയാണ്. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നീളവും വീതിയും മാറാതെ അത് പ്രൊപ്പോർഷണലായിട്ട് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഞാനിത് ഇവിടെ ആയിട്ട് വെക്കുന്നു. ഓക്കെ, കുറച്ച് സൈഡിലാണ് വെക്കുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് കാണിച്ചു തരാം. ഇനി ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ 3 മാർഗ്ഗങ്ങളുണ്ട്. 3 മാർഗ്ഗങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മുകളിൽ എഡിറ്റ് ഉണ്ട്, എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്, ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്. ഇതാണ് ഒന്നാമത്തെ മാർഗ്ഗം. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക, അങ്ങനെയും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതല്ലാതെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ചിലപ്പോൾ തിയറിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡി എന്ന കീയിലെ ഡ്യൂപ്ലിക്കേറ്റ്, അതിൻ്റെ ഡി, ആ ഡി എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതിന് മുകളിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. കണ്ടില്ലേ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഞാനിതിന് മഞ്ഞ കൊടുക്കുന്നു. ഇനി ഒന്നും കൂടി വേണം. വീണ്ടും നമുക്ക് ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. 3 മാർഗ്ഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് മാർഗ്ഗം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ചു. ഞാനിവിടെ തൽക്കാലം എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുകയാണ്. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്.
ഇതിൻ്റെ മുകളിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും, അത് ഞാൻ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇതിന് വേറെ ഒരു കളർ കൊടുക്കണം, പച്ചയാണ് ചോദ്യത്തിലുള്ളത്. ഓക്കെ, ആ ചോദ്യത്തിലുള്ളതുപോലെ കൊടുത്തു. അങ്ങനെ ഈ രീതിയിൽ ഒബ്ജക്റ്റുകൾ കുറേ വരച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ വൃത്തങ്ങളും ഷേപ്പുകളും അല്ലെങ്കിൽ കുറേ ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് നമുക്ക് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വിൻഡോ ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നുണ്ട്, അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വിൻഡോ. അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വിൻഡോ കിട്ടാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, എ എന്ന കീ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വിൻഡോ ഇവിടെ കിട്ടും. ഇങ്ങനെ അല്ലാതെ മറ്റൊരു മാർഗം കൂടിയുണ്ട്. ഇവിടെ ഒബ്ജക്റ്റിൽ താഴെയായിട്ട് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു വിൻഡോ കിട്ടും. ഷോർട്ട് കട്ടും പഠിച്ചു വെക്കണം, കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കീബോർഡിലെ എ എന്ന കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വിൻഡോ ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യാണ്. അതിനായിട്ട് ഇത് വീഡിയോ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇത് മുഴുവനും സെലക്ട് ആകുന്ന വിധത്തിൽ, മുഴുവനും കവറാകുന്ന വിധത്തിൽ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ മുഴുവൻ ഒബ്ജക്റ്റുകളും സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതാ ഇവിടെ നിങ്ങൾക്ക് സെൻറ്റർ ഓൺ വേർട്ടിക്കൽ ആക്സിസ് എന്ന് കാണാം, അത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ആ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റുകൾ നേരെ അത് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സർക്കിളിനെ ഒന്നുകൂടി ഞാൻ സെലക്ട് ചെയ്യാണ്. ഒന്നാമത്തെ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്തത് സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്ത സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇതിനെ കുറച്ച് താഴ്ത്തി വെക്കാം. ഓക്കെ, ഈ രീതിയിലും നിങ്ങൾക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് വെക്കാം. വൃത്തിയിൽ കൃത്യമായിട്ട് അത് ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വിൻഡോ ഉപയോഗിച്ചിട്ടും അറേഞ്ച് ചെയ്യാം, ഈ രീതിയിൽ വലിച്ചിട്ടും അറേഞ്ച് ചെയ്യാം. രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ വരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ചോദ്യത്തിൽ ഇവിടെ പറയുന്നുണ്ട്, ഹിന്ദിയിലായിട്ട് പറയുന്നുണ്ട്, യൂസ് ദ സ്റ്റാൻഡ് ഡോട്ട് PNG ഇമേജ് ഫ്രം ദ ഇമേജസ് 10 ഫോൾഡർ. ഇമേജസ് 10 ഫോൾഡറിലുള്ള സ്റ്റാൻഡ് ഡോട്ട് PNG എന്ന് പറയുന്നത് മലയാളം മീഡിയംകാർക്ക് മലയാളത്തിൽ തന്നെ കൊടുക്കും കേട്ടോ ഇത്. ഓക്കെ, സ്റ്റാൻഡ് ഡോട്ട് PNG എന്ന് പറയുന്ന ചിത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. എന്നിട്ട് കൃത്യമായിട്ട് അത് താഴെ വെക്കണം. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, കൊടുത്തിട്ടുള്ള ചിത്രം ഏത് ഫോർമാറ്റ് ആണ് അതിൻ്റെ എക്സ്റ്റൻഷൻ നോക്കുക. PNG JPG പോലുള്ള ചിത്രങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഫയലിൽ ഇമ്പോർട്ട്. എന്നാൽ തന്നിട്ടുള്ള ചിത്രം ഒരു സ്കേലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് അഥവാ ഒരു വെക്റ്റർ ഇമേജ് SVG എന്നാണ് ഇവിടെ ഉള്ളതെങ്കിൽ, SVG ഇമേജ് ആണെങ്കിൽ നിങ്ങൾ ഫയലിൽ ഓപ്പൺ കൊടുക്കുന്നതാണ് നല്ലത്. ഇവിടെ തന്നിട്ടുള്ളത് PNG ഇമേജ് ആണ്, അതുകൊണ്ട് ഞാനിവിടെ ഇമ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇമ്പോർട്ട്. എവിടെയാണ് ചിത്രമുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഹോമിലെ ഇമേജസ് 10 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്, അതിലേക്ക് വരിക. അതിലിവിടെ സ്റ്റാൻഡ് ഡോട്ട് PNG എന്ന് പറയുന്ന ചിത്രമുണ്ട്. അത് ഒന്നിക്കൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയൊരു വിൻഡോ വരും, ഇവിടെ ഓക്കെ അടിച്ച് വിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ചിത്രം ഇവിടെ കിട്ടി. ഇത് ഞാൻ പിടിച്ച് വലിച്ച് ഇവിടേക്ക് കൊണ്ടുപോയി വെക്കുന്നു. ഓക്കെ, ഇവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ കുറച്ച് വലുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ പിടിച്ച് വലിക്കുന്നു. ഓക്കെ, അപ്പോൾ നീളവും വീതിയും ആനുപാതികമായിട്ട് പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് വലുതായിട്ട് കിട്ടും. ഞാനിവിടെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ കാര്യം റെഡിയായില്ലേ? നമ്മുടെ ചിത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ കണ്ടില്ല, ഇതെല്ലാം ഇങ്ങനെ ഊരി വരും. അപ്പോൾ നമുക്കെല്ലാം ഒരുമിച്ചൊന്ന് ഗ്രൂപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നു. മുഴുവനായിട്ട് സെലക്ട് ചെയ്യാൻ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, മുഴുവനും കവറാവുന്ന വിധത്തിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് G അമർത്തുക. കൺട്രോൾ പ്ലസ് G. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് കിട്ടും. ഞാനിതിനെ ഇവിടെ നടുവിലായിട്ട് വെക്കും. ഇനി ചോദ്യം നോക്കുക. ചോദ്യത്തിൽ എങ്ങനെയാണ് ഇത് സേവ് ചെയ്യാൻ പറ്റുന്നത്? ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ exam 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ PNG ഫോർമാറ്റിലേക്കൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എക്സ്പോർട്ട് ചെയ്യാൻ പറയാത്തത് കൊണ്ട് ഞാൻ ഫയലിൽ സേവ് കൊടുക്കുന്നു. എക്സ്പോർട്ട് ചെയ്യുന്നതും കാണിച്ചു തരും. ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, SVG എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനോട് കൂടിയാണ് സേവ് ആവുന്നത്. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. കാരണം ഇങ്ക്സ്കേപ്പിൽ നമ്മൾ തയ്യാറാക്കിയിട്ട് ഒരു ഫയൽ തയ്യാറാക്കി അത് സേവ് ചെയ്യുമ്പോൾ അത് സ്കേലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ആയിട്ട്, SVGയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ചോദിക്കും, ഈ തിയറിയിൽ ചോദിക്കും, സ്കേലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്. അതൊരു വെക്റ്റർ ഇമേജ് ആണ്. ഓക്കെ, PNG JPG പോലുള്ളത് ഒരു റാസ്റ്റർ ഇമേജ് ആണ്. SVG ഇമേജ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഇമേജ് ആണ്. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു SVG ഇമേജിനെ ഞാനിവിടെ സേവ് ചെയ്യാണ്. സേവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഹോമിലെ exam 10 എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് വരിക. ഇവിടെ exam 10 ഉണ്ട്. exam 10ലേക്ക് വരിക. ഇവിടെയാണ് സേവ് ചെയ്യുന്നത്.
പേര് മാറ്റി കൊടുക്കണം. ഡ്രോയിങ് എന്നതാണ് പേര്, ആ ഡ്രോയിങ് എന്നത് മാറ്റുക. ഓക്കെ, ബാക്ക് സ്പേസ് കൊടുത്ത് കളയുക. .svg എന്ന എക്സ്റ്റൻഷൻ കളയേണ്ട, അത് അവിടെ തന്നെ നിന്നോട്ടെ. പേര് കൊടുക്കേണ്ടത് രജിസ്റ്റർ നമ്പർ കൊടുക്കാനാണ്. ഞാനിവിടെ 1 2 3 4 5 എന്ന് കൊടുക്കുന്നു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ മിഡ് ടേം എക്സാമിന് അധികവും രജിസ്റ്റർ നമ്പർ വരിക നിങ്ങളുടെ ക്ലാസ്സും അതേപോലെ റോൾ നമ്പർ ഒക്കെയാണ്. അത് നിങ്ങളുടെ ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞു തരും, അത് കൃത്യമായിട്ട് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അണ്ടർസ്കോർ കൊടുക്കുക. അണ്ടർസ്കോർ എങ്ങനെ കൊടുക്കുക? കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അണ്ടർസ്കോറിൻ്റെ ഒരു കീ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അണ്ടർസ്കോറിൻ്റെ ആ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർസ്കോർ കിട്ടും. ചോദ്യ നമ്പർ എത്രയാണോ അത് കൊടുക്കുക. ചോദ്യ നമ്പർ കിട്ടുന്നത് നിങ്ങൾ ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കാണിക്കുന്ന സോഫ്റ്റ്വെയറിൽ മുകളിൽ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 3 ഗ്രൂപ്പ് 4 എന്നുണ്ടാവും. ആ ഗ്രൂപ്പിൻ്റെ നമ്പറാണ് ചോദ്യ നമ്പർ. ഓക്കെ, ഞാനിവിടെ ഒന്നാമത്തെ ചോദ്യമാണെങ്കിൽ 1 എന്ന് കൊടുക്കുന്നു. 1 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. സേവ് കഴിഞ്ഞു, നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞു. 7 മാർക്ക് നമുക്ക് കിട്ടി. ഇനി അഥവാ ഈ രീതിയിലല്ല നിങ്ങളോട് സേവ് ചെയ്യാൻ പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞത് ഇത് PNG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന് കാണാം. എക്സ്പോർട്ട് PNG ഇമേജ്. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ കുറച്ച് ടാബ് ഉണ്ട്. പേജ്, ഡ്രോയിങ്, സെലക്ഷൻ, കസ്റ്റം. അതായത് പേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജ് മുഴുവനായിട്ട് നമുക്ക് എക്സ്പോർട്ട് ആയിട്ട് കിട്ടും. ഈ പേജ് ബോർഡറിൽ കാണുന്ന ഈ ഭാഗത്ത് ഇവിടെ എന്തൊക്കെ വരച്ചിട്ടുണ്ടോ അത് ഫുള്ള് നമുക്ക് കിട്ടും. ഡ്രോയിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പുറത്തും അകത്തും ഒക്കെ, അതായത് ഈ പേജിനകത്തും പുറത്തും ഒക്കെ വരച്ച എല്ലാ കാര്യങ്ങളും, ആ വരച്ച കാര്യങ്ങൾ മാത്രം ഡ്രോയിങ്സ് ഒക്കെ ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ആയിട്ട് കിട്ടും. സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തു, അതുകൊണ്ട് ഈ സെലക്ട് ചെയ്ത സാധനം മാത്രം നമുക്ക് എക്സ്പോർട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ആസ് എന്ന് കാണാം. അത് കൊടുക്കണം, കാരണം നമുക്കതിൻ്റെ പാത്ത് അത് എവിടെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എക്സ്പോർട്ട് ആസ് കൊടുക്കുക. എവിടെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഞാനിവിടെ ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക, കൃത്യമായിട്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ആ ക്വസ്റ്റ്യൻ നമ്പറും കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്, സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ അത് അവിടെ സേവ് ആവും. നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അഥവാ അത് സേവ് ആയില്ലെങ്കിൽ അപ്പോൾ റീപ്ലേസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ റീപ്ലേസ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ഓൾറെഡി നിങ്ങൾ സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ആ ഒരു ഫോൾഡറിൽ അത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ചോദിച്ചത്. അതിന് മുകളിൽ തന്നെ അത് സേവ് ചെയ്യട്ടെ എന്ന് ചോദിച്ചതാണ്. ജസ്റ്റ് റീപ്ലേസ് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് ഇമേജ് സൈസിൻ്റെ നേരെ പിക്സൽ അറ്റ് 96 എന്ന് കാണാം. ഇത് DP ആണ്, ഡോട്ട് പെർ ഇഞ്ച്. അതായത് നിങ്ങളുടെ ചിത്രം വെബ് ഡിസ്പ്ലേ, അതായത് നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലൊക്കെ കൊണ്ടുപോയി ഇടാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ 96 കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾക്കിത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ 300 കൊടുക്കുന്നതാണ് നല്ലത്. റെസല്യൂഷനാണ് അതിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഷെയർ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ 96 കൊടുക്കാം, പ്രിന്റ് ചെയ്യാനാണെങ്കിൽ 300 കൊടുക്കാം. ചോദ്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്കിത് ഷെയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിത്രങ്ങളൊക്കെ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 96 തന്നെ കൊടുത്തിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 7 മാർക്ക് അവിടെ കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പ്രിപ്പയർ ദ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. മലയാളം മീഡിയത്തിന് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ചിത്രം നിങ്ങൾ എന്ത് ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുക. ഓക്കെ, ഈ ഒരു ചിത്രം ഞാനിവിടെ കൊടുക്കാൻ കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം ഇതിൽ നമ്മുടെ ബേസിക് ടൂളിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്, ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, 3D ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, ഈ രീതിയിലുള്ള വൃത്തങ്ങളും കാര്യങ്ങളും, പന്ത് പോലെ ബോൾ പോലെയൊക്കെ തയ്യാറാക്കാൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഇൻ്റർസെക്ഷനെ പറ്റിയിട്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പ് പോലെയില്ലേ, ഇത്തരത്തിലുള്ള ഷേപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചിത്രത്തിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനും എളുപ്പമായിരിക്കും. ഇവിടെ എന്താ പറയുന്നത്, എന്നിട്ട് ജസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് സേവ് ഇമേജ് ഇൻ SVG ഫോർമാറ്റ്. SVG ഫോർമാറ്റ് ആയിട്ട് നമ്മുടെ എക്സാം 10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് സേവ് ചെയ്യാനാണ് പറയുന്നത്. SVG എന്ന് പറയുമ്പോൾ ഫയൽ സേവ് ആണ്, PNG ആണെങ്കിൽ അതിനെ എക്സ്പോർട്ട് ചെയ്യാം. രണ്ടും കാണിച്ചു തരാം. അപ്പോൾ പണി തുടങ്ങാം. പണി തുടങ്ങാൻ വേണ്ടി നമുക്ക് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യണം. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് താഴെയായിട്ട് ഷോ ആപ്ലിക്കേഷൻസ് എന്ന് കാണാൻ പറ്റും. ഷോ ആപ്ലിക്കേഷൻസ് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തതാണ് ഇങ്ക്സ്കേപ്പോ അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇങ്ക്സ്കേപ്പ് ജസ്റ്റ് INK അല്ലെങ്കിൽ IN അടിക്കുമ്പോൾ തന്നെ ഇവിടെ വന്നോളും. ഇങ്ക്സ്കേപ്പ് ഇവിടെ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു വിൻഡോയിൽ താഴെ ന്യൂ ഡോക്യുമെൻ്റ് എന്ന് കാണാം. ന്യൂ ഡോക്യുമെൻറ്റ് അത് കൊടുക്കും. അപ്പോൾ പുതിയൊരു വിൻഡോ നമുക്ക് ഇതേപോലെ ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ പരിപാടി തുടങ്ങേണ്ടത്. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് A4 സൈസ് തന്നെയാണ്. ഞാനിവിടെ ഈ ഒരു പേജ് സൈസ് ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ഇതിന് മുകളിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്.
ആദ്യം നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡിയാക്കാം. ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ വേണ്ടി റെക്റ്റാങ്കിൾ ടൂൾ എടുക്കാം. ഇവിടെ റെക്റ്റാങ്കിൾ വരയ്ക്കാനുള്ള ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം ഇവിടെ വരെ. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് ഞാനത് വലിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ട്രാൻസ്ഫോം ടൂൾ ഉണ്ട് അല്ലേ? ഇവിടെ ട്രാൻസ്ഫോം ടൂൾ ഉണ്ട്. ഈ ട്രാൻസ്ഫോം ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അറേഞ്ച് ചെയ്ത് അങ്ങോട്ടേക്കും മാറ്റി മാറ്റി വെക്കാം. എങ്ങനെ മാറ്റി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന് ഈ ഒരു പേജ് ബോർഡറിൻ്റെ അതേ ഭാഗത്ത് അതേ രീതിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എക്സ് എന്നും വൈ എന്നും കാണാം. ഇവിടെ എക്സ് എന്നത് 0 ആക്കി കൊടുക്കുക. എക്സ് എന്നത് 0 ആക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ കണ്ടില്ല ആ ഒരു എക്സ് ആക്സിസ് ഇത് ഇവിടെ നേരെ വന്നിട്ടുണ്ട്. ഇനി വൈ ഉണ്ടല്ലോ, അതും 0 ആക്കുക, അതും 0 ആക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് വരും. ഇനി ഈ ഒരു പേജ് ബോർഡറിൻ്റെ സൈസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു സൈസ് ഇവിടെ വിഡ്ത്തും ഹൈറ്റും കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ട് ഇത് വന്നോളും. അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് പിടിച്ച് വലിച്ചിട്ട് അതിന് കണക്കായിട്ട് ആയി കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ കളർ മാറ്റുവാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് താഴെ നിന്ന് ഒരു ലൈറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളർ ഇവിടെ ചൂസ് ചെയ്യുന്നു. ചോദ്യത്തിലേക്ക് വരാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പന്ത് ബോൾ തയ്യാറാക്കാം. 3D ബോളാണ്. ഓക്കെ, ഇവിടെ ഒരു കളർ ഗ്രേഡിയൻ്റ് ആയിട്ട് കളർ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ഷാഡോവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ബോൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ സർക്കിൾ ടൂൾ വേണം. സർക്കിൾ ടൂൾ ഇത് ഇവിടെ തന്നെയുണ്ട്. ക്രിയേറ്റ് സർക്കിൾസ് ആൻഡ് എലിപ്സസ് ആൻഡ് ആർക്സ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. ഷോർട്ട് കട്ട് ഇ ആണ്. ഇ എന്ന് പറയുന്നൊക്കെ അതും ആ ഷോർട്ട് കട്ടൊക്കെ പഠിച്ച് വെക്കണേ, കാരണം തിയറിയിൽ ചോദിക്കാം. ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ടൂൾ നമുക്ക് കിട്ടും. ഞാനിവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ജസ്റ്റ് പിടിച്ച് വലിച്ചതിനെ ഒരു വൃത്താക്കി മാറ്റണം. അപ്പോൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം അതാകുമ്പോൾ പൂർണ്ണ വൃത്തമായിട്ട് കിട്ടും. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക, ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇത്ര മതി. ഇനി ഇതിനൊരു കളർ കൊടുക്കണം. തൽക്കാലം ഞാനിവിടെ നിന്ന് ഒരു ഡാർക്ക് ബ്ലൂ കൊടുക്കുകയാണ്. നമുക്ക് ഇത് സോളിഡ് ആയിട്ട് ഒറ്റ കളർ അങ്ങോട്ടേക്ക് ഫില്ലായിട്ടാണുള്ളത്. ചോദ്യം നോക്കുക, ചോദ്യത്തിൽ അങ്ങനെയല്ല ഉള്ളത്. ഇവിടെ ഒരു ഗ്രേഡിയൻ്റ് ആണ്, അതായത് 2 കളറുകൾ ഇവിടെ ലയിച്ച് ചേർന്നിട്ടാണുള്ളത്. ആ രീതിയിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ് എന്ന് പറയുന്ന ടൂള് കാണാം. ജി ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ആദ്യം ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് കാണാം, രണ്ടാമത് റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് കാണാം. അതായത് ചിത്രത്തിൽ ഒരു സർക്കുലർ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു കളർ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു കളർ ഉണ്ട്, അതിൻ്റെ ചുറ്റുമായിട്ട് കളർ ഇങ്ങനെ പടർന്ന് വന്നതാപോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക അല്ലേ? ആ രീതിയിലാണെങ്കിൽ അതൊരു സർക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ റേഡിയൽ ഗ്രേഡിയൻ്റ് എന്നാണ് പറയുക. ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും വരും. ഇവിടെ ഒരു കളർ ഉണ്ടാവും, അതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ അടുത്ത കളറിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ലീനിയർ ഗ്രേഡിയൻ്റ്. പന്തൊക്കെ ആകുമ്പോൾ നമുക്കതൊരു സർക്കുലർ ആയിട്ടാണ് വേണ്ടത്. അതിന് ഇവിടെ റേഡിയൽ ഗ്രേഡിയൻ്റ് ഉണ്ട്, അത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വലിക്കുക. ഓക്കെ അല്ലേ? ഇങ്ങനെ വലിച്ച ശേഷം ഇനി നമുക്ക് ഇവിടെയുള്ള ഹാൻഡിലുകളൊക്കെ പിടിച്ച് വലിച്ച് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമുക്കിവിടെ നോഡ് എഡിറ്റിംഗ് ടൂൾ ഉണ്ട്. എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ് ആണ്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുകയാണ്. ഇവിടെയും ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വലിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. നടുവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിതാ ഇവിടെ കളർ പാലറ്റ് ഒന്ന് കുറച്ച് ഇങ്ങോട്ട് പോയിട്ട് ഈ ഒരു കളർ ചൂസ് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡാർക്ക് ബ്ലൂ ചൂസ് ചെയ്യണം. ഡാർക്ക് ബ്ലൂ ഇവിടെയും ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ആ ഒരു കളർ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഡാർക്ക് ബ്ലൂ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, അവിടെ ആ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ പിടിച്ച് വലിച്ച് കുറച്ചൊന്ന് ചെറുതാക്കുന്നു. കളർ ആവശ്യമെങ്കിൽ ഇതേപോലെ മാറ്റി കൊടുത്തിട്ട് നോക്കാം. ഓക്കെ, ഈ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സർക്കിളിനെ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഈ ഒരു പന്തിനെ നടുവിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ ട്രാൻസ്ഫോം ടൂൾ ഉണ്ട്. ട്രാൻസ്ഫോം ആൻഡ് എഡിറ്റ് ഒബ്ജക്ട്സ്, സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ പിടിച്ച് വലിച്ച് നടുവിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ ഓക്കെ, സെറ്റ്. ഇനി ഇതിനൊരു ഷാഡോ കൊടുക്കണം. ഷാഡോ കൊടുക്കാൻ വേണ്ടി വീണ്ടും സർക്കിൾ ടൂളിലേക്ക് വരിക. സർക്കിൾ വരക്കാനുള്ള നമുക്കിവിടെ സർക്കിൾ വരക്കാനുള്ള ടൂൾ ഉണ്ട്. ആ ഒരു സർക്കിൾ ടൂൾ എടുക്കുക. എന്നിട്ട് ഇവിടെ താഴെയായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് ഇതിന് ബ്ലാക്ക് കളർ കൊടുക്കണം. താഴെ കളർ പാലറ്റിൽ നിന്ന് ഡയറക്റ്റ് ബ്ലാക്ക് കളർ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയല്ല ഷാഡോ ഉണ്ടാവുക, കുറച്ചും കൂടി വൃത്തി വേണം. അതിന് ഇതിൻ്റെ ബ്ലറും ഒപ്പാസിറ്റിയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ബ്ലറും ഒപ്പാസിറ്റിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ എടുക്കാം. ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനും പറ്റും. അതല്ലാതെ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കാം. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഓൾറെഡി നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഇവിടെ ഉണ്ട്. ഇവിടെ ഫിൽ ടാബിനകത്ത് ഇവിടെ ഫില്ല്, സ്ട്രോക്ക് പെയിൻറ്, സ്ട്രോക്ക് സ്റ്റൈൽ ഉണ്ട്. ഇവിടെ ഫില്ലിനകത്ത്
താഴെ വന്നു കഴിഞ്ഞാൽ ബ്ലറും ഒപ്പാസിറ്റിയും കാണാം. അത് ആവശ്യത്തിനൊന്ന് പിടിച്ച് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യത്തിന് പിടിച്ച് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിൽ കൊടുക്കുന്നു, ഒപ്പാസിറ്റി കുറച്ചൊന്ന് കുറക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് ആവശ്യമായ രീതിയിൽ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതും വലുതൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം, നമ്മുടെ ഷാഡോ ബോളിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. അതിന് നമുക്ക് ബോളിൻ്റെ പുറകിലായിട്ട് വരുത്താൻ വേണ്ടിയിട്ട് ഒന്നിക്കൽ എന്ത് ചെയ്യാം, നമ്മുടെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓബ്ജക്റ്റിൽ ലോവർ കൊടുക്കാം. ഓബ്ജക്റ്റിൽ ലോവർ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലെ പേജ് ഡൗൺ എന്ന കീ ഉണ്ട്, ആ പേജ് ഡൗൺ എന്ന കീ കൊടുത്താലും മതി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷാഡോ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് തൊട്ട് താഴെ പോയിക്കോളും. ഞാനിത് ഇവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ലീഫ് പോലെയുള്ള ഒരു ഷേപ്പാണ്. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സർക്കിൾ ടൂളാണ് എടുക്കുന്നത്. ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സസ് ആൻഡ് ആർക്സ് എന്ന് പറയുന്ന ടൂൾ എടുക്കുന്നു. ഇവിടെ ജസ്റ്റ് ഞാനൊന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കൂട്ടി കൊടുക്കാം. കാരണം ചെറിയ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണുള്ളത്. ഒപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി താഴെ ഇവിടെ കാണാം. ഇവിടെ ഞാൻ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ 100 ആക്കും, 100%. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ നമ്മൾ പല മാർഗ്ഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഷോർട്ട് കട്ട് യൂസ് ചെയ്യലാണ്. ട്രാൻസ്ഫോം ടൂൾ എടുക്കുക, നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ട ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് ഡി പ്രസ് ചെയ്യാം. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡി പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കിട്ടും. കണ്ടില്ലേ? അതിന് ഞാൻ മനസ്സിലാവാൻ വേണ്ടി വേറെ ഒരു കളർ കൊടുക്കുന്നതാണ്. ഞാനിവിടെ പച്ച കൊടുക്കുന്നു. ഈ രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനിടയിൽ വരുന്ന ഈ രണ്ട് ചിത്രങ്ങളും ഓവർലാപ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ഈ മുകളിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കുറക്കുകയാണ്. ഇത്ര മതി. ആ ഒരു രണ്ടും ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഷേപ്പ് നമുക്ക് എത്രയാണോ വേണ്ടത്, ചിത്രത്തിൽ എങ്ങനെയാണോ ഉള്ളത്, ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ആ ഒരു രീതിയിൽ വെക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തെ മാത്രമായിട്ട് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഈ രണ്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. മുഴുവനായിട്ട് കവർ ആവുന്ന വിധത്തിൽ ഡ്രാഗ് ചെയ്യുക. രണ്ട് ഒബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. ഇനി എന്ത് ചെയ്താൽ മതി, പാത്തിൽ ഇൻ്റർസെക്ഷൻ കൊടുക്കാം. പാത്തിൽ ഇൻ്റർസെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറിയിൽ ചോദിക്കാം, പ്രാക്ടിക്കലി ഇൻ്റർസെക്ഷൻ ഒക്കെ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഇൻ്റർസെക്ഷൻ കൊടുക്കാം. അപ്പോൾ ആ നടുവിലുള്ള ആ ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് താഴെ ഡാർക്ക് ബ്ലൂ കൊടുക്കുക, പിടിച്ച് വലിച്ച് ഇവിടെ കൊണ്ടുപോയി വെക്കുക. ഇത്ര വലുതല്ല, നമുക്ക് ചെറുതാക്കണം. ചെറുതാക്കുന്ന സമയത്ത് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നിങ്ങൾ ചെറുതാക്കുന്നതെങ്കിൽ അതിൻ്റെ നീളവും വീതിയും, ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ആനുപാതികമായിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും പറ്റും. ഇവിടെ വെക്കുന്നു. ഇനി നമുക്ക് ഇതിനെ തന്നെ ഇവിടെയായിട്ട് വെക്കണം. അതിന് വീണ്ടും വരക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് തന്നെ ഉപയോഗിക്കാം. കൺട്രോൾ ഡി പ്രസ് ചെയ്യുന്നു. കൺട്രോൾ ഡി പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും, കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഓക്കെ, അത് ഞാൻ പിടിച്ച് വലിച്ചത് ഇവിടെ വെക്കുന്നു. വീണ്ടും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. വീണ്ടും കൺട്രോൾ ഡി, എന്നിട്ട് ഇതിനെ പിടിച്ച് വലിച്ച് താഴെ വെക്കുന്നു. വീണ്ടും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, അതിനെ പിടിച്ച് വലിച്ച് ഇവിടെയായിട്ട് വെക്കുന്നു. ഓക്കെ അല്ലേ? ചോദ്യത്തിലേക്ക് വരിക. ഇനി 3D ബോൾ എന്ന് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യാൻ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ടൂൾ ഉണ്ട്. ഇതാ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ടി ആണ്. ടെക്സ്റ്റ് ആണ്, അപ്പോൾ ടി ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആവശ്യമായിട്ടുള്ളത് ടൈപ്പ് ചെയ്യാം. 3D ബോൾ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഇതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമെങ്കിൽ മാറ്റാം. ഫോണ്ട് സ്റ്റൈൽ ഇവിടെ നോർമൽ ആണുള്ളത്, അത് മാറ്റിയിട്ട് ഞാൻ ബോൾഡ് ആക്കുന്നു. അപ്പോൾ കട്ടി കൂടും. ഇനി ഇതിനെ വലുതാക്കാൻ വേണ്ടി നമുക്കിവിടെ ഫോണ്ട് സൈസ് ഉണ്ട്. ഈ ഫോണ്ട് സൈസ് കുറച്ച് കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് ആവശ്യമായ സ്ഥലത്തിനെ പിടിച്ച് വലിച്ച് വെക്കാം. ഇനി ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. ഞാനിവിടെ വെക്കുന്നു. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണ്ടേ? ഞാനിവിടെ താഴെ നിന്ന് ഡാർക്ക് ബ്ലൂ കൊടുത്തു. ഇനി ഇവിടെ താഴെ ഒരു ലൈൻ ഉണ്ട്. ഈ ഒരു ലൈന് വരച്ചിരിക്കുന്നത് ബേസിയർ കർവ് ടൂൾ ഉപയോഗിച്ചിട്ടാണ്. അതിനുവേണ്ടി ഇതാ ഇവിടെയായിട്ട് നമ്മുടെ ബേസിയർ കർവ് ടൂൾ കാണാൻ പറ്റും. കണ്ടില്ലേ? ഈ ഡ്രോ ബേസിയർ കർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ എടുക്കുക. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ താഴോട്ടേക്ക് വലിക്കുകയാണ്. താഴോട്ടേക്ക് വലിക്കുമ്പോൾ ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടി കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ടാണ് നിങ്ങൾ വലിക്കുന്നതെങ്കിൽ അത് നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടും. ഇത്ര വരെ ഞാൻ ആക്കുന്നുള്ളൂ. ഇനി ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, ഇങ്ങനെ ഇതിൻ്റെ ഒപ്പനം തന്നെ വരും. അപ്പോൾ എനിക്ക് ഇവിടെ വരെ മതിയെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ വെച്ചത് സ്റ്റോപ്പ് ആവും. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ അല്ല നമുക്ക് വേണ്ടത്. നമുക്കിതിന് ആവശ്യത്തിന് അത് വളക്കണം. വളച്ചെടുക്കാൻ വേണ്ടി നമുക്കിവിടെ എഡിറ്റ് പാർട്സ് ബൈ നോട്ട്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, ഇനി ഇത് നേരിയ ലൈനാണ്. നമുക്കിതിനെ കുറച്ച് കട്ടി കൂട്ടണം. കട്ടി കൂട്ടാൻ വേണ്ടി അതിൻ്റെ സ്ട്രോക്കാണ് നമുക്ക് കുറച്ച് കൂട്ടേണ്ടത്. അതിനുവേണ്ടി സ്ട്രോക്കിൽ ചേഞ്ചസ് വരുത്താൻ നമുക്ക് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കണം. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക്. അപ്പോൾ കിട്ടുന്ന ഈ ഒരു വിൻഡോ കണ്ടില്ല, ഈ ഒരു വിൻഡോനെയാണ് നമ്മൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെ ഫില്ലുണ്ട്, സ്ട്രോക്ക് പെയിന്റ് ഉണ്ട്, സ്ട്രോക്ക് സ്റ്റൈൽ ഉണ്ട്. സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കും. ക്ലിയർ അല്ലേ? ഇതിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിക്കൽ നിങ്ങൾക്ക് ഇവിടെ സ്ട്രോക്ക് പെയിന്റിൽ നിന്ന് കളർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളർ പാലറ്റിൽ നിന്ന് ചൂസ് ചെയ്യാം. പക്ഷേ ഇത് സ്ട്രോക്കിനാണ് കളർ കൊടുക്കുന്നത്, അതുകൊണ്ട് ഡയറക്റ്റ് കൊണ്ടുപോയി കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് കളർ വരിക. അതായത് ഫില്ലായിട്ടാണ് വരിക. അവിടെ അല്ല നമുക്ക് കളർ വേണ്ടത്, സ്ട്രോക്കിനാണ്. അതുകൊണ്ട് കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം കളർ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈനിന്, ആ ഒരു സ്ട്രോക്കിന് ആ ഒരു കളർ കിട്ടും. ഇനി നമുക്കിതിനെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇവിടെ സെലക്ഷൻ ടൂൾ, സെലക്ട് ചെയ്യാനുള്ള ട്രാൻസ്ഫോം ടൂൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇതിനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരിക. ഇനി ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് അതിന് മുകളിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ പിടിച്ചിട്ട് നമുക്കതിനെ തിരിക്കാം. ഇതിനെ പിടിച്ച് വലിച്ച് ഇവിടെ ആയിട്ട് വെക്കാം. കുറച്ച് ചെറുതാക്കാം. ഒന്നുകൂടി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെറുതാക്കുമ്പോൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ അല്ലേ? ചിത്രത്തിൽ പറഞ്ഞതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ ഊരി വരും. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി മുഴുവനായിട്ട് കവറാവുന്ന വിധത്തിൽ ഇതിവിടെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും. എല്ലാ ഒബ്ജക്റ്റും, എല്ലാ കാര്യങ്ങളും അവിടെയുള്ളത് മുഴുവനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റി. ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ ഒന്നിക്കൽ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജി അമർത്തുക. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് കിട്ടും. ഇനി ഇതിനെ നമ്മൾ ഡയറക്റ്റ് സേവ് ചെയ്യാനാണ്, SVG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ്. എവിടെ സേവ് ചെയ്യണം? ഹോമിലെ exam10 എന്ന ഫോൾഡർ ഉണ്ട്, അതിലേക്ക് വരിക. അവിടെ കൃത്യമായിട്ടുള്ള രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ ഇടുക, ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ അത് കൊടുക്കുക. ഞാൻ തൽക്കാലം 2 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഇതിനെ PNGയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടെങ്കിലോ, PNGയിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് ഉണ്ട്, എക്സ്പോർട്ട് PNG ഇമേജ്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്ത ഭാഗം മാത്രമായിട്ട് എക്സ്പോർട്ട് ചെയ്ത് കിട്ടാൻ സെലക്ഷൻ കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ സെലക്ഷൻ കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ DPI ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രിന്റ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 300 DPI കൊടുക്കാം. അല്ല നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനും മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ 96 DPI തന്നെ മതി. ഫയൽ നെയിം കൊടുക്കണം, എക്സ്പോർട്ട് ആസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫയൽ നെയിം കൊടുക്കാനും എവിടെ സേവ് ചെയ്യണം എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ ഇവിടെ എന്ത് ചെയ്യാം, പേര് മാറ്റി കൊടുക്കുക. ഞാൻ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, അണ്ടർസ്കോർ ഇടുന്നു, ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുന്നു. PNG എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ അവിടെ നിന്നോട്ടെ, അത് മാറ്റം വരുത്തണ്ട. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങോട്ടേക്ക് എക്സ്പോർട്ടായിട്ട് നിന്നോളും. ആ ചിത്രമൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫോൾഡറിലേക്ക് വരാം. എന്നാൽ പണി കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ ഒരു ഫോൾഡറിലേക്ക് വരാം. ഫോൾഡർ താഴെ ഫയൽസ് കാണാമല്ലോ, താഴെ ഫയൽസ് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹോം ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. ഈ ഹോമിൽ നമ്മുടെ exam10 എന്ന് പറയുന്ന ഫോൾഡർ എടുക്കുക, exam10. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിവിടെ നമ്മൾ സേവ് ചെയ്തില്ല, ആ ഫയലും ഉണ്ട്. നമ്മുടെ ആ ട്രാഫിക് ലൈറ്റ് PNG ആയിട്ട് സേവ് ചെയ്തതുണ്ട്, SVG ആയിട്ട് സേവ് ചെയ്തതുണ്ട്. ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബോളിൻ്റെ ചിത്രം PNG ആയിട്ട് സേവ് ചെയ്തതും SVG ആയി സേവ് ചെയ്തതും ഇവിടെ കൃത്യമായിട്ട് കാണാം.